ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ തേടി ഗലാക്ടസ് എർത്തിലേക്ക് വരുന്ന ടൈമിൽ എന്നും പറഞ്ഞുകൊണ്ട് സൂസ്റ്റോം തന്റെ എൻഡർ പവർ യൂസ് ചെയ്തുകൊണ്ട് ഗലാക്ടസിനെ യൂണിവേഴ്സിന്റെ മറ്റൊരു ഗോളിലേക്ക് തള്ളിവിടുന്നു. ആദ്യം ഇത് ഇച്ചിരി ഓവർ അല്ലേ എന്ന് ചിന്തിച്ചപ്പോഴും നമ്മുടെ റോക്കി ബൈ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ സൂസ്റ്റോമിനെ ഓവർ പവർഡ് ആയിട്ട് കാണിച്ചത് ഓക്കെ ആയിട്ട് തോന്നി. എന്നാൽ അതിനു മുമ്പേ ഫാന്റാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സ് വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഗലാക്ടസിനെ തടയുവാൻ ശ്രമിക്കുന്നത്. അതിൽ തന്നെ റീ റിച്ചാർഡ്സിനെ ഒരു റബ്ബർ ബാൻഡ് പോലെ വലിച്ചിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ക്യാരക്ടർ എത്രയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇതിന്റെ എത്രയോ ഇരട്ടി നീണ്ടിട്ട് പോലും ഒട്ടും തന്നെ സ്ട്രഗിൾ ചെയ്യാത്തൊരു റീ റിച്ചാർഡ്സിനെയാണ് നമ്മൾ 2005 ഫാന്റാസ്റ്റിക് ഫോർ മൂവിയിലൂടെ കണ്ടിരുന്നത്. ഇനി കോമിക്സിലേക്ക് വരികയാണെങ്കിൽ മാർവൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം സ്ട്രഗിൾ ചെയ്യാതെ 1500 ഫീറ്റ് വരെ നീളുവാൻ സാധിക്കുന്ന റീ റിച്ചാർഡ്സ് ഒരു ഘട്ടത്തിൽ കോമിക്സിൽ ഗലാക്ടസിനെ വരെ തന്നെ സ്ട്രെച്ചിങ് എബിലിറ്റി കൊണ്ട് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലും കാണിച്ചിട്ടുമുള്ളതാണ്. ഈ 1500 ഫീറ്റ് എന്നത് ചെറിയൊരു കണക്കല്ല. ടോളസ്റ്റ് മാൻമേഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ബുർജ് ഖലീഫയെക്കാളും മുകളിലായിട്ട് വരും അത്. ഇനി MCUലേക്ക് നോക്കുകയാണെങ്കിൽ റീ റിച്ചാർഡ്സിന്റെ പവറിനെ വളരെയധികം ടോ ഡൗൺ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. അത് പണ്ട് മുതലേ അങ്ങനെയാണല്ലോ, പവർഫുൾ ക്യാരക്ടറിനെ വീക്കായി കാണിക്കുന്നതിൽ മാർവൽ ഒരു കില്ലാടി തന്നെ.